ഗിയർ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് തുടക്കക്കാരും അതുപോലെ തന്നെ വാഹനം ഓടിക്കുന്നവരും ഡ്രൈവിങ്ങിൽ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് പറയാം. ചില ആൾക്കാരൊക്കെ വാഹനം സ്റ്റാർട്ട് ചെയ്തെടുക്കുന്നതാണ് തേർഡ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും. അതായത് ഇതുപോലെ വാഹനം ക്ലച്ചും ബ്രേക്കും ചവിട്ടുന്നു, എന്നിട്ട് എന്ത് ചെയ്യും, തേർഡ് ഗിയർ കൊടുക്കും. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു ഇറക്കമുണ്ട്, എന്നാൽ നമുക്ക് വാഹനം മുന്നോട്ട് എടുക്കാനായിട്ട് കഴിയും. ഇതുപോലെ തേർഡ് ഗിയർ കൊടുക്കും, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ട് ഇതുപോലെ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്നിട്ട് റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് തേർഡ് ഗിയറിൽ ഇതുപോലെ വണ്ടി എടുക്കും. ചെറിയ സ്ലോപ്പാണ്, അപ്പം വണ്ടി തേർഡിൽ എടുത്തല്ലോ. എന്നിട്ട് വണ്ടി ഒന്ന് അങ്ങോട്ട് കുറച്ചങ്ങ് മൂവ് ആയി കഴിയുമ്പോഴത്തേനും എന്ത് ചെയ്യും, ക്ലച്ച് പിടിച്ചിട്ട് റോഡ് സ്ട്രൈറ്റ് ആണ്, ഫോർത്ത് ഗിയറിലേക്ക് ഇട്ട് ഇങ്ങനെ ഓടിക്കും. ഒരിക്കലും ചെയ്യരുത്. ചോദിച്ചാൽ പല ആൾക്കാരും പറയുന്നത് ഇങ്ങനെ ഞാൻ വണ്ടി എടുത്തതിന്റെ കാര്യം മറ്റൊന്നുമല്ല, നമുക്കിവിടെ എന്തിനാണ് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നത്, വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് ഇതുപോലെ തേർഡ് ഗിയറിൽ എടുക്കാമല്ലോ, ചെറിയൊരു സ്ലോപ്പ് അല്ലേ, എന്തിനാണ് ഇങ്ങനെ എടുത്താൽ എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ സെക്കൻഡ് ഗിയറിൽ എടുത്താൽ എന്താണ് പ്രശ്നം, ഇച്ചിരി കയറ്റോ അല്ലെങ്കിൽ കുറച്ച് നിരപ്പായിട്ടുള്ള നല്ല രീതിയിലുള്ള കയറ്റോ ഗട്ടറോ ഒക്കെ ഉള്ള ഏരിയ വന്നാൽ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുത്താൽ പോരെ. ഇത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു അബദ്ധമാണ്. ഇത് നമ്മൾ നിരന്തരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കുക, കൃത്യമായിട്ട് നിങ്ങളുടെ വാഹനത്തിന് ഗിയർ ബോക്സിന് കംപ്ലൈന്റ് ആകും. ഈ ഒരു ശീലം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഡ്രൈവറും അത് ചെയ്യാറില്ല. നമ്മളൊരു വാഹനം എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം എടുക്കുക. അത് നിരപ്പത്താണെങ്കിലും കയറ്റത്താണെങ്കിലും എവിടെയാണെങ്കിലും വണ്ടി എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഗിയർ കൊടുക്കുക, റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുക. ഇപ്പോൾ ലെഫ്റ്റ് വണ്ടി പാർക്ക് ചെയ്തേക്കുന്നുണ്ട്, നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുന്നു, ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്ന് പതുക്കെ ആക്സലറേഷൻ കൊടുത്ത് പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്തപ്പോൾ എത്ര സ്മൂത്ത് ആയിട്ടാണ് വണ്ടി എടുത്തത്. ഇങ്ങനെ എടുക്കാവുള്ളൂ. അല്ലാതെ നമ്മൾ തേർഡ് ഗിയറിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ വാഹനത്തിന്റെ ഗിയർ ബോക്സിന് കംപ്ലൈന്റ് വരും. അത് എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയും വെയിറ്റ് ഉള്ള ഒരു വണ്ടിയെ അത്രയും വെയിറ്റ് എടുക്കാൻ ശേഷിയില്ലാത്ത ഒരു ഗിയർ കൊടുത്ത്, വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ അത്രയും വെയിറ്റ് എടുക്കാനായിട്ടുള്ള ശേഷിയില്ലാത്ത ഒരു ഗിയർ കൊടുത്ത് വാഹനത്തെ എടുക്കുന്ന സമയത്ത് ഗിയർ ബോക്സിന് തേയ്മാനവും കംപ്ലൈന്റും ഒക്കെ വളരെ വേഗത്തിൽ വരാൻ സാധ്യതയുണ്ട്.